നമസ്കാരം. പ്രതിഷ്ണം ഡോക്യുമെൻ്ററി ഭാഗമായുള്ള പ്രതിഷ്ണം അറ്റ് 5:30 എന്ന ഈ വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ പറ്റി പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം, നിലവിളക്ക് കത്തിച്ചു കൊണ്ടുവച്ചാൽ ഓരോ ദിക്കിലേക്കായി നമ്മൾ നിലവിളക്കിൻ്റെ തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. നിലവിളക്കിൽ 5 തിരിയാണെങ്കിൽ 5 ദിക്കിലേക്കായിട്ട് നമ്മൾ തിരി കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും. ഇന്നലെ നമ്മൾ തിരി കത്തിക്കുന്നത്, മഞ്ഞത്തിരി, ചുവപ്പായി തിരി കത്തിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ ആ എപ്പിസോഡ് പറഞ്ഞതാണ്. അതിന് മുൻപേ ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്തട്ടെ. നമ്മളൊരു പ്രേക്ഷക നമ്മളോട് തെക്ക് ഭാഗത്തുള്ളതാണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളക്ക് കത്തിക്കുക എന്നല്ല പറയാം, വിളക്ക് കൊളുത്തുക എന്നല്ലേ, എന്നൊന്ന് തിരുത്തി പറയാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷെ ഇതൊന്ന് തിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ കോഴിക്കോടാണ്, കോഴിക്കോടത്തെ ഭാഷ പിന്നെ ഓരോ ജില്ലയിലേക്കും നമ്മൾ പോകും. നമ്മൾ തൃശ്ശൂരാണെങ്കിലും പത്തനംതിട്ടയാണെങ്കിലും എറണാകുളമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മഞ്ചേരി ആണെങ്കിലും കാസർഗോഡാണെങ്കിലും ഒക്കെ തന്നെ ഭാഷകളിൽ ചില സ്ഥലങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. വ്യത്യാസങ്ങൾ കൊളുത്തുക എന്ന് തന്നെയാണ് പറയാം, വിളക്ക് കൊളുത്തുക എന്ന് തന്നെയാണ് പറയാം. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഉള്ളൊരു ഭാഷയിൽ നമ്മൾ കത്തിക്കുക എന്നാണ്, നമ്മളൊക്കെ വിളക്ക് കത്തിക്കുക എന്നുള്ള, നമ്മൾ അമ്പലത്തിൽ വിളക്ക് കത്തിച്ചു എന്നൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞു പോരൽ. എന്തെങ്കിലും തെറ്റുപറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങൾ അംഗീകരിച്ചു, വിളക്ക് കൊളുത്തുക എന്ന് തന്നെയാണ് പറയാം. അപ്പം നമ്മളിങ്ങനെ വിളക്ക് കൊളുത്തുന്നത്, 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ ഈ വിളക്ക് ഏതൊക്കെ ദിക്കിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ വിളക്ക് വിളക്ക് കൊളുത്തുന്നത്, അതൊക്കെ ഏത് ദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പലരും അറിയാവുന്ന, പുതിയ ജനറേഷനിലെ പലർക്കും അറിയാവില്ല, വിളക്ക് 5 തിരിയുന്നുണ്ട്, 5 ദിക്കാണ്, കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ഏതൊക്കെ ദിക്കാണ്, എന്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും ആർക്കും അറിയില്ല. ഭൂരിപക്ഷം പേർക്കും അത് അറിയില്ല എന്നുള്ളതാണ് നമ്മളെ ഈ യുവ ജനറേഷനിലുള്ള ആളുകൾക്കൊക്കെ തന്നെ അറിയില്ല എന്നല്ല. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഷെയർ ചെയ്യില്ല, കാരണം നമുക്ക് അറിയില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. നമുക്ക് നമ്മൾ മറ്റുള്ള പണികളെ കുറിച്ചായിരിക്കും നമ്മൾ പോവുക. ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഭാവിയിൽ അച്ഛന്മാരും അച്ഛച്ചന്മാരും ഒക്കെ ആവാനുള്ളതാണ്. ആ സമയത്ത് നമ്മളോട് നമ്മളെ കുട്ടികളൊക്കെ ചോദിക്കും, അച്ഛനാണെങ്കിലും ഈ 7 തിരിയിട്ട് വിളക്ക് ഇവിടെ കത്തിക്കുന്നുണ്ടല്ലോ, ഇത് ഏത് ദിക്കിനെ ഉദ്ദേശിച്ചിട്ടാണ്, ഏത് ഏത് ദേവനെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ഒഴിഞ്ഞു മാറരുത്. നമ്മളൊരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് സമയമോ 20 മിനിറ്റ് സമയമോ ഞാൻ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഇത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, കുറച്ചൊക്കെ പഠിക്കാതെ വന്ന് അവതരിപ്പിക്കാനൊന്നും കഴിയില്ല. ഒരു ഓഡിയൻസിന്റെ മുന്നിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് മറ്റുള്ളവരോടും ആളുകളൊക്കെ അറിവുള്ള ആളോട് ചോദിക്കേണ്ടി വരും, പറഞ്ഞു തരും, മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പം ഇപ്പം നിങ്ങളിൽ പല ആൾക്കാർക്കും, അമ്മമാർക്കാണെങ്കിലും അല്ലെങ്കിൽ ചേച്ചിമാർക്കാണ്, അനിയത്തിമാർക്കാണ്, എല്ലാവർക്കും ആണെങ്കിലും, എൻ്റെ സഹോദരന്മാർക്കാണെങ്കിൽ ഇപ്പം പലർക്കും ഉത്തരം മുട്ടിയിട്ടുണ്ടാവും, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, ഇത് ഏത് ദിക്കിലേക്കാണെന്നൊക്കെ. വിഷമിക്കണ്ട, നമുക്കിവിടെ ചർച്ച ചെയ്യാം. കിഴക്ക് ദിക്ക്, അതായത് പൂർവ്വ ദിശം, അത് ആ ദിക്കിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണ് തിരിവെക്കുന്നത്. പിന്നെ കിഴക്കേ ദക്ഷിണം, അഗ്നികോണം എന്ന് പറയും, അത് അഗ്നിദേവനെ ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ഒരു ദിക്കുണ്ടല്ലോ ദക്ഷിണം തെക്ക് ആ ഭാഗത്തെ നമ്മൾ തിരികൊളുത്തുന്നത് യമധർമ്മരാജനെ ഉദ്ദേശിച്ചിട്ടാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗം നൈകൃതി, പടിഞ്ഞാറ് പശ്ചിമം വരുണൻ, പടിഞ്ഞാറേ വടക്ക് വായുകോണം, അതായത് വായുദേവൻ, വടക്കം എന്ന് പറയും കുബേര ഭഗവാനം, വടക്കേ കിഴക്ക് ഈശാനകോണം, അതാരാണ്? സാക്ഷാൽ ശ്രീ പരമേശ്വരൻ, ഈശാനൻ എന്ന് പറയും. അപ്പം ഈ ഇത്രയും ദിക്കുകൾ നമ്മൾ 8 ദിക്കിനെ പറ്റി പറഞ്ഞു ഞാൻ. അപ്പം ഇത്രയും നമ്മൾ തിരിയിട്ട് കത്തിക്കുമ്പം ഒരു 3 ആണെങ്കിലും 5 ആണെങ്കിലും 8 തിരി എന്തൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഈ ദിക്കുകൾ ഇനി എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഇന്ന ദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ തിരി തെളിയിക്കുന്നത്. അപ്പം പിന്നെ പൊതുവെ
ഓരോ ദിക്കിനും പൊതുവെ ഹൈന്ദവാചാരങ്ങൾ തന്ത്രശാസ്ത്രപരമായ വിധിയാണ് കണക്കാക്കുന്നത്. പൊതുവെ ഹൈന്ദവാചാരങ്ങളിൽ തന്ത്രശാസ്ത്രപരമായ വിധിയാണ് കണക്കാക്കുന്നത്. 8 ദിക്കുകളും അവയുമായി ബന്ധപ്പെട്ട ദൈവങ്ങളെക്കുറിച്ച് ഒക്കെ അറിവുള്ള ആളുകൾ, നമ്മളെ പഴമക്കാരായ ആളുകൾ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളായിരിക്കുന്നു. ഇതൊക്കെ തന്നെ ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങനെ എല്ലാവർക്കും പാർന്ന് കൊടുത്തിട്ടാണ് ഇങ്ങനെ പോരുന്നത്. അതല്ലാണ്ട് ഇപ്പം നമ്മളെ യുവ ജനറേഷനിലുള്ള സന്യാസിമാരും അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരും തന്ത്രിമാരും ഒന്നും എഴുതി ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ലത്. മുന്നേ കൂടി പറഞ്ഞു വരുന്നതാണ്. അത് നമ്മളെ അമ്മമാരും അമ്മമ്മയ്ക്കും മുത്തച്ഛന്മാർക്കും ഒക്കെ അത് അറിയാൻ മതി. പക്ഷെ നമ്മളെ അമ്മയ്ക്കോ നമുക്കോ അറിയാൻ പറ്റാതായി പോയത് എന്താണ്? നമ്മളെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാർക്കൊക്കെ പുതുതലമുറയിലുള്ള കാരണന്മാർ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ തലമുറയിൽ നിന്ന് പുതിയ ജനറേഷനിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനോ ഇത് കേൾക്കാനുള്ള മനോഭാവങ്ങളോ പുതിയ ജനറേഷനിലുള്ള ആർക്കും ഉണ്ടായില്ല. നമ്മളെല്ലാവരും പാശ്ചാത്യ സംസ്കാരവുമായി അനുകരിച്ചു പോകുന്നതോട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാതാ അമൃതാനന്ദമായി മഠത്തിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം, ഒരുപാട് കോടിക്കണക്കിന് ആസ്തിയുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഭജന ഇരിക്കുന്നതും നമ്മളെ ഭാരത സംസ്കാരത്തെ അനുകരിക്കാനും അതിൽ കൂടി. ഞാനൊരു ജർമ്മനിയിലുള്ള ഒരു സാറായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാറ് 26 തവണ മഠത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, കൊല്ലത്ത്. പക്ഷെ അവിടെ വന്നിട്ട് സാറ് പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരു വിത്തിൻ 2 മാസം 3 മാസം 2 മാസം അവിടെ സ്റ്റേ ചെയ്യും. പക്ഷെ ആ സ്റ്റേ ചെയ്യുമ്പോഴേക്കും മൈൻഡൊക്കെ നോർമലായി. നിങ്ങളെ ഈ സംസ്കാരവും നിങ്ങളെ ഈ റെസ്പെക്റ്റ്, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ഓരോ ഈ പൂജാവിധികള്, അതേപോലെ തന്നെ നിങ്ങളെ ഓരോ ശാസ്ത്രപരമായുള്ള നമ്മളെ ഒരു ഐതിഹ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എന്താണ് കുടുംബം, എന്താണ് നമ്മളെ മാതൃസ്നേഹം, എന്താണ് കുടുംബം, എന്താണ് നമ്മളെ ഒരു പ്രവൃത്തിയിലെ കർമ്മമണ്ഡലങ്ങൾ, നമ്മളെ പരിശുദ്ധി എന്താണ്, നമ്മൾ എന്താവണം, നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഇങ്ങനത്തെ പല കാര്യങ്ങളെ പറ്റിയും പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ ഇതൊക്കെ തന്നെ അറിഞ്ഞു മനസ്സിലാക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഇവിടെ ഇങ്ങനത്തെ നമ്മളെ ഈ ആധ്യാത്മികമായ മഠങ്ങളിലൊക്കെ വന്നിട്ട് നിൽക്കാനും താമസിക്കാനും ഭജനം ഇരിക്കാനും ഒക്കെ എന്നുള്ള അനുഭവം. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാന്നാണ് പറഞ്ഞത്. നിലവിളക്ക് കൊളുത്തുന്നതിന് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞൊന്നുമില്ല, നിലവിളക്ക് ഇന്ന ദേവതകളെ ഉദ്ദേശിച്ച് ഇന്ന ദിക്കിലേക്കുള്ള ഇത് കത്തിക്കുന്നത്. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് നമ്മളൊന്ന് മുട്ടി വെക്കും. കാര്യങ്ങളൊക്കെ അറിയുമെന്നൊന്നും അറിയാലോ, നമുക്കറിയണമെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ അവർ പറയട്ടെ. പുള്ളി അവര് ലണ്ടനിലാണ്. പക്ഷെ സാറിനെ സംബന്ധിച്ചോളം ലണ്ടൻ പൗരത്വമുള്ള ആളാണ്. നമ്മളെ മലയാളിയോ ഇന്ത്യക്കാരനോ അല്ല, ലണ്ടനിലാണ്. പക്ഷെ അമ്മയോട് സ്നേഹിച്ചിട്ട് അമ്മേൻ്റെ മാതാമൃതാനന്ദമയിയുടെ ആ സ്നേഹവും നമ്മളെ ആധ്യാത്മിക കാര്യങ്ങളെയും ഭാരത സംസ്കാരത്തെയും ഒക്കെ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ നിലവിളക്ക് എന്താണ്, നിലവിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്, തിരിയിടുന്നത് എന്താണ്, ദിക്കുകൾ എന്താണ്, ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ കറക്റ്റ് ആൻസർ തന്നു. ഒക്കെ പഠിച്ചെടുത്തു പുള്ളി. അപ്പം അതുപോലെ നമ്മൾ പാശ്ചാത്യ സംസ്കാരം അനുകരിക്കാൻ പോണ സമയത്ത് അവർ നമ്മളെ സംസ്കാരമാണ് അനുകരിക്കാൻ വരുന്നത്. പക്ഷെ നമ്മളിൽ പലരും പാശ്ചാത്യ സംസ്കാരം അനുകരിക്കാൻ പോയിട്ട് നമ്മളെ പാരമ്പര്യത്തെ പറ്റിയും കുടുംബസ്നേഹത്തെ പറ്റിയും ജ്യേഷ്ഠന്മാരും അനുജന്മാരും നമ്മളെ ബന്ധത്തെ പറ്റിയും അച്ഛനമ്മമാരുടെ നമ്മളെ ബന്ധത്തെ പറ്റിയും ഒക്കെ നമ്മൾ വക്രബുദ്ധിയോടുകൂടെ വളഞ്ഞു പോവുകയാണ്. ആ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ യുവജനതയിലുള്ള പല ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മേനെയും ഒക്കെ തലയ്ക്ക് മഴ കൊണ്ട് വെട്ടിക്കൊല്ലാനും, അതേപോലെ തന്നെ അനിയത്തിക്ക് കഞ്ചാവ് കൊടുക്കാനും, പിന്നെ അതേപോലെ തന്നെ മറ്റു പല പ്രകൃതി വിരുദ്ധ പരിപാടികളിലേക്കൊക്കെ നമ്മളെ മനസ്സ് പോകുന്നത് അതുകൊണ്ടാണ്. നമ്മളെ പൗരാണികൾ കാണിച്ചെന്ന വഴികളിൽ കൂടെ നമ്മൾ പോകാത്തത് കൊണ്ടാണ് ഇന്നത്തെ യുവതലമുറകൾ മുഴുവൻ ഹിന്ദു സമൂഹത്തിലുള്ള പലരും വഴിതെറ്റി പോകാൻ കാരണം. നിങ്ങൾ നോക്കൂ, നമ്മളെ ഉത്സവങ്ങൾ നടക്കാറുണ്ട്, അതേപോലെ തന്നെ നാട്ടിൽ പല സാംസ്കാരിക പരിപാടികൾ നടക്കാറുണ്ട്, നമ്മളെ പാർട്ടിക്കാരുടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ പാർട്ടിയിലോ സാംസ്കാരിക പരിപാടിയിലോ ഉത്സവങ്ങളിലോ പോകുന്ന ഒരാൾ പോലും ഈ കഞ്ചാവിനോ മയക്കുമരുന്നിനോ 99% പോയിട്ടുണ്ടാവില്ല. അവനറിയാം അവൻ്റെ പോകേണ്ട, എൻ്റെ ഉത്തരവാദിത്തം ഉണ്ട്, എൻ്റെ സമൂഹത്തിനോട് എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, എൻ്റെ കുടുംബത്തിനോട് എൻ്റെ ഉത്തരവാദിത്തം എന്താണ്, എല്ലാ കാര്യങ്ങളും അവനറിയാം. അപ്പോൾ ആ ഉത്തരവാദിത്വം മനസ്സിലുള്ളതുകൊണ്ട് ആ ഒരു ഭയം അവൻ്റെ മനസ്സിലുണ്ടാവും.
നിങ്ങൾ നോക്കൂ, നമ്മളെ ഈ വിശ്വാസങ്ങളെ ഒക്കെ നമ്മൾ ത്യജിച്ച് നമ്മളെ വിശ്വാസത്തെ പറ്റി ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ വിശ്വാസങ്ങളെ ഒക്കെ ത്യജിച്ച് നമുക്കൊന്നും വിശ്വാസമല്ല, നമ്മൾ ആരെയും ബഹുമാനിക്കില്ല, അച്ഛനെയും ബഹുമാനിക്കില്ല, അമ്മേനെയും ആരെയും ഒന്നും ബഹുമാനിക്കില്ല, സമൂഹത്തിനെ ബഹുമാനിക്കില്ല, നമ്മൾ ഒരാളെയും ഭയപ്പെടൂല, നമ്മൾ പറഞ്ഞതാണ് ശരി എന്ന മാർഗത്തിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളെ ഉള്ളിലൊരു വക്രബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ആ വക്രബുദ്ധിക്ക് ഉത്തേജനം നൽകുന്നത് നമ്മുടെ തെറ്റായ മാർഗങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ. അതിനൊക്കെ നമുക്കൊരു പേടി, ആ വക്രബുദ്ധിക്കൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലേക്കൊന്നും പെരുമാറാൻ പോകില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഈ ആധ്യാത്മികമായി ഇപ്പം ഭഗവാൻ കൃഷ്ണൻ, അല്ലെങ്കിൽ ശ്രീപരമേശ്വരൻ, അല്ലെങ്കിൽ എൻ്റെ കുലദേവത എന്നോട് പൊറുക്കില്ല, ഞാൻ ഈ സംഗതി ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ ഈ തെറ്റായ സംഗതി ചെയ്യരുത്, ഞാൻ ഇങ്ങനെ ഈ പ്രകൃതി വിരുദ്ധമായ പരിപാടികളോ അല്ലെങ്കിൽ പിന്നെ അച്ഛനെയോ അമ്മേനെയോ ഞാനിങ്ങനെ മഴുകൊണ്ട് വെട്ടിക്കൊല്ലുകയോ അല്ലെങ്കിൽ കഞ്ചാവോ മയക്കുമരുന്നോ അല്ലെങ്കിൽ പണമോ മോഷ്ടിക്കുകയോ ഇങ്ങനത്തെ ഒരു കാര്യവും ഞാൻ ചെയ്യരുത്, എൻ്റെ ഭാര്യയോടും ഒക്കെ തന്നെ നല്ല രീതിയിൽ പെരുമാറണം, നല്ല ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യരുത്, അങ്ങനത്തെ ദുഷ്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യരുത്. അത് ചെയ്താൽ എനിക്ക് അതിന് ദൈവകോപം ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇന്നിപ്പം ദൈവം പിന്നെ വരമ്പാത്താണ് കൂലി എന്ന് പറഞ്ഞ പോലെ നമുക്കത് ഒരു ഭയം നമ്മളെ മനസ്സിലുണ്ടാവും. ആ കാര്യം ചെയ്യാൻ പാടില്ല, ദൈവം നമുക്ക് പണി വേറെ കിട്ടും, ദൈവം നമ്മളോട് പൊറുക്കില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഈ ഒരു ദൈവഭക്തിയും ദൈവഭയവും ഒക്കെ നമ്മളെ പിന്നെ ആ ഭാരതീയ സംസ്കാരമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, ദൃഢമായിട്ടുണ്ടെങ്കിൽ, അതില്ലാത്ത ആളുകളാണ് നമുക്ക് ആരും പേടിയില്ല, എന്തും ചെയ്യും, സമൂഹത്തിനും പേടിയില്ല, ദൈവത്തിനും പേടിയില്ല, കുലദൈവത്തിനും പേടിയില്ല, നമ്മൾ ആരെയും അച്ഛനെ അമ്മേനെ ആരും പേടിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പരിപാടികളൊക്കെ ഒപ്പിച്ചു പോരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളിൽ പലരും ആ ഒരു സംസ്കാരത്തിന് പുറകെ ഓടുമ്പോൾ ലോകരാഷ്ട്രങ്ങളിലുള്ള എല്ലാ പാശ്ചാത്യ സംസ്കാരങ്ങളിലുള്ള എല്ലാവരും തന്നെ ഇന്ന് നമ്മളെ ഭാരത സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ ഐതിഹ്യങ്ങളെയും ഭാരതത്തിൻ്റെ ഉള്ള ഈ വിശ്വാസങ്ങളെയാണ് അവർ നമസ്കരിക്കുകയും അവരതിനെ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നുണ്ട്, ജീവിതത്തിൽ അത് പകർത്തിയിട്ട് അവർ അതിനേക്കാൾ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പോയതൊക്കെ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ നമ്മളെ കണ്ണിന് മുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ നമ്മളെ ഭാരത സംസ്കാരവും വേണ്ട, നമുക്ക് നമ്മളെ ജീവിത രീതിയും വേണ്ട, കുലദേവതയും വേണ്ട, പിന്നെ നമ്മുടെ സമൂഹവും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് പൈസക്കാരനാവും, സുഖിച്ച് ജീവിക്കണം, നമുക്ക് ആരെയും വേണ്ട, ജ്യേഷ്ഠനും വേണ്ട, അനിയനും വേണ്ട. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരു പിന്നെ നമ്മളെ കേരളത്തിൽ നടന്ന സംഭവത്തിൽ സ്വന്തം അനുജനെയാണ് ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ സ്വന്തം അനിയനെ ജ്യേഷ്ഠനിലുള്ള വിശ്വാസം കൊണ്ടാണ് സ്വന്തം അനിയൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയത്. അപ്പം ഒരു ട്രാജഡി നടന്നത് എല്ലാവർക്കും ഓർമ്മ, അബദ്ധത്തിലൊക്കെ വന്നതാണ്. അപ്പം അങ്ങനെ ജ്യേഷ്ഠനിലുള്ള വിശ്വാസം കൊണ്ടാണല്ലോ അനിയൻ പോയത്. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഏട്ടനോടുള്ള ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ അവൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ്. അതില്ലെങ്കിൽ ഏട്ടനോട് പോടാന്നറിയില്ലേ, ഞാൻ വരില്ല, നീ രണ്ടെണ്ണം കൂട്ടിക്കോന്ന് പറയില്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ അനിയന്റെ മനസ്സിലൊരു ഭയമുണ്ട്, ഏട്ടൻ ജ്യേഷ്ഠനാണ്, എൻ്റെ തൊട്ട് എനിക്ക് മുന്നേ ജന്മം കിട്ടി വന്ന ആളാണ്, അദ്ദേഹത്തിന് ഞാൻ ബഹുമാനിക്കണം, വയസ്സ് കൊണ്ടും പ്രായം അതുകൊണ്ട് എല്ലാം കൊണ്ടും തന്നെ ഞാൻ ആ ഒരു ബഹുമാനം അവൻ്റെ അടുത്തുള്ളതുകൊണ്ടാണ് ജ്യേഷ്ഠൻ വിളിച്ചപ്പോൾ അവൻ പോകാൻ കാരണം അല്ലേ. അപ്പം നമ്മളെ ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ഇപ്പം പറഞ്ഞ ഈ ദിക്കുകൾ വിളക്ക് കത്തിച്ചിട്ടുള്ള ഇന്നിപ്പോഴത്തെ യുവ ജനറേഷനിലെ പല പെൺകുട്ടികളോടും ചോദിച്ചു നോക്കിയാൽ, കോളേജ് വിദ്യാഭ്യാസങ്ങളിലും പല കുട്ടികളോടും ചോദിക്കാറ്, ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ചോദിച്ചു നോക്കിയാലും എൻ്റെ സുഹൃത്തുക്കളോട് എന്നെ ചോദിക്കാറുണ്ട്, പക്ഷെ അവർക്കൊന്നും വ്യക്തമായ ഒരു ഉത്തരം തരാൻ കഴിയില്ല. പക്ഷെ എനിക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, എനിക്കും എന്നെ സംബന്ധിച്ചോളം പറയാത്ത പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ചോദിച്ച് മനസ്സിലാക്കുകയോ മറ്റതിനെ പറ്റിയ ബുക്കുകളോ പരിശോധിച്ച് പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാവുന്നതും. വിശ്വാസങ്ങളിലെ അനാചാരങ്ങളെ നമ്മൾ എന്നും എതിർക്കണം. നമ്മൾ ഒരു തിരി ഇട്ടിട്ട് നമ്മളിപ്പം ഈ കിഴക്ക് ഇപ്പം തെക്ക് പടിഞ്ഞാറായിട്ടിട്ടുണ്ട് തിരി, അതേപോലെ പടിഞ്ഞാറ് വടക്കേ തിരിക്കേണ്ട, വടക്ക് ഭാഗത്തേക്ക് വടക്ക് കിഴക്കായിട്ട് വരേണ്ട തിരി, ഇതൊക്കെ മാറിയിട്ടിട്ട് നമുക്കറിയില്ല അത് എങ്ങോട്ടാണ് ഇടേണ്ടത് എന്നുള്ളത്.
നമുക്ക് ഏത് ദേവനെ ഉദ്ദേശിച്ചിട്ട് എന്നുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാതെ ചെയ്യുന്നതുകൊണ്ട് നമുക്കതിന്റെ ഫലം കിട്ടാതെ പോകും. ഇനി മേലാൽ തന്നെയെങ്കിലും നമ്മൾ നിലവിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഇന്നന്ന ദിക്കുകളിൽ ഇന്നന്ന ആളുകൾ ഇന്നന്ന ദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്, ആ ദേവന്മാരുടെ അനുഗ്രഹങ്ങളും ആ ഊർജവും പോസിറ്റീവ് എനർജിയും ഞങ്ങൾക്ക് കിട്ടണം. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ, എൻ്റെ ഭവനത്തിൽ അത് എല്ലാ ദിവസവും ഒരുപോലെ നിലനിൽക്കണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ആണ് ആ വിളക്ക് വെക്കുന്നതും തിരിയിടുന്നതും തിരി കത്തിക്കുന്നതും വിളക്ക് ആണ് അവനെ കൊളുത്തുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ വിളക്ക് വെക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഓരോ ദിക്കിലേക്ക് ഇട്ടാണെന്നുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇന്നിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞു. എല്ലാവർക്കും വളരെയധികം നല്ല ഒരു സന്തോഷമുള്ള ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.